മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. The book of Isaiah, chapter 41, verse 11. കർത്താവിന്റെ വിജയകരമായ വലതുകൈ കൊണ്ട് അവിടുന്ന് നിന്നെ താങ്ങി നിർത്തും. ആംഗ്ലേയ സാഹിത്യത്തിൽ ലോകപ്രസിദ്ധി നേടിയ സാഹിത്യകാരന്റെ ഭവനത്തിൽ വൈകിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്ധ്യാപ്രാർത്ഥന നടത്തുകയാണ്. ഒന്നിച്ചുള്ള പ്രാർത്ഥനാ വേളയിൽ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയതേ സാഹിത്യകാരൻ എണീറ്റ് പുറത്തേക്ക് നടന്നു. എല്ലാവരും ആദ്യം ഒന്ന് അമ്പരന്നു. പ്രാർത്ഥനാ സമയത്ത് ഏറെ നിഷ്കർഷയുള്ള അദ്ദേഹം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ആദ്യ സംഭവം. എന്താ പറ്റി? അദ്ദേഹം മടങ്ങി വന്നപ്പോൾ ഉത്കണ്ഠയോടെ കുടുംബാംഗങ്ങൾ ചെയ്തു. മറുപടി പറയാതെ പ്രാർത്ഥന അദ്ദേഹം മുഴുവിപ്പിച്ചു. പിന്നീട് എത്താഴ സമയത്താണ് ആ രഹസ്യം വെളിപ്പെടുത്തിയത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കാനിടയായി. അപ്പോഴാണ് എന്നെ പലതവണ ഉപദ്രവിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഓർത്തു. ഇവരോട് പൂർണ്ണമായും ക്ഷമിച്ച ശേഷമേ പ്രാർത്ഥന തുടരുകയുള്ളൂ എന്ന് ഞാൻ ദൃഢനിശ്ചയം ചെയ്തു. അതാണ് പ്രാർത്ഥനാവസരത്തിൽ എഴുന്നേറ്റ് ഞാൻ പുറത്തേക്ക് പോയത്. നേരെ ചെന്ന് അദ്ദേഹത്തെ കണ്ട് മാപ്പ് ചോദിച്ചു. അയാൾ ക്ഷമിച്ചുവെന്നും നല്ല സ്നേഹിതനായി തുടരാമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് പ്രാർത്ഥനയുടെ ആന്തരികാർത്ഥത്തെക്കുറിച്ച് അയാളും ചിന്തിച്ചത്. ഇന്നു മുതൽ അവരുടെ കുടുംബത്തിലും ആ പ്രാർത്ഥന അർത്ഥസമ്പുഷ്ടമായി ചൊല്ലും. അത് കേട്ട കുടുംബാംഗങ്ങളുടെ കണ്ണുകൾ ആർദ്രങ്ങളായി. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയായിരുന്ന R.L. സ്റ്റീഫൻസൺ ആയിരുന്നു അത്. അതെ, കർത്താവിന്റെ കൈ നിന്നെ താങ്ങും. ആ ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആഴമായ വിശ്വാസത്തോടുകൂടി ധീരതയിൽ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒത്തിരി നേട്ടമായി മാറും. ഇതിനെല്ലാവർക്കും കഴിയണം. കർത്താവ് നമ്മളെ താങ്ങി നിർത്തും എന്ന ബോധ്യം ഹൃദയത്തിൽ ഉണ്ടാവാൻ നമുക്കും കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.